കണ്ണൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചതിൽ 4 കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. DCC എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശി, മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ KR അബ്ദുൽ ഖാദർ എന്നിവർക്കെതിരെയാണ് നടപടി. പ്രാദേശിക നേതാക്കളായ സതീശൻ കടാങ്കോട്, രഘുനാഥ് തളിയിൽ എന്നിവർക്കെതിരെയും നടപടിയെടുത്തു. ജില്ലാ കോർ കമ്മിറ്റിയുടേതാണ് തീരുമാനം. ആന്തൂരിൽ സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശകനായിരുന്നു രഘുനാഥ് തളിയിൽ. നാമനിർദ്ദേശ പത്രികയിൽ താൻ ഒപ്പിട്ടിട്ടില്ല എന്ന് വരണാധികാരിക്ക് മുന്നിൽ ഇയാൾ മൊഴി നൽകിയതോടെ പത്രിക തള്ളിയിരുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, 4 പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFും കോൺഗ്രസും ഒക്കെ മിന്നും ജയം സ്വന്തമാക്കുമ്പോഴും പാർട്ടിക്കെതിരെ പ്രവർത്തിച്ച 4 പേരെയാണോ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അഭിജിത്ത്, തീർച്ചയായും അരുൺകുമാർ, അങ്ങനെ ഒരു പരാതിയായിരുന്നു DCC നേതൃത്വത്തിന് മുൻപാകെ എത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കയ്യും മെയ്യും മറന്ന് പ്രവർത്തകർ, നേതാക്കളൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിനിടയിൽ ഇവർ പാർട്ടിക്കെതിരെ നീങ്ങി എന്നുള്ളതായിരുന്നു പരാതി. അങ്ങനെ ആ പരാതി അന്വേഷിച്ചു. അതിനൊടുവിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. കോർ കമ്മിറ്റിയുടേതാണ് തീരുമാനം. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 പേർക്കെതിരെ കാപ്പാടൻ ശശി, KR അബ്ദുൽ ഖാദർ, സതീശൻ കടാങ്കോട്, രഘുനാഥ് തളിയിൽ എന്നിവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമാണ് ഇന്നലെ DCC കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ രഘുനാഥ് തളിയിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്തൂർ നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശകനായിരുന്നു. പക്ഷേ ഇദ്ദേഹം താൻ പത്രികയിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് വരണാധികാരിക്ക് മുൻപിൽ അങ്ങനെ ഒരു മൊഴി നൽകി. അതിന് പിന്നാലെ ഈ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിനെതിരെ മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാനായ KR അബ്ദുൽ ഖാദറിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അരുൺ. അതും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത്, തന്നെ ഇങ്ങനെ ഒരു വിവരം അറിയിച്ചിട്ടില്ല, തന്നെ ഈ രീതിയിൽ പുറത്താക്കുകയാണ് എങ്കിൽ തന്റെ വിശദീകരണമായിരുന്നു ആദ്യം DCC അധ്യക്ഷൻ ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇതൊന്നും ചോദിക്കാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് DCC കടന്നത് എന്നുള്ളതാണ് KR അബ്ദുൽ ഖാദറിന്റെ കുറ്റപ്പെടുത്തൽ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി താൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പല അധ്വാനങ്ങളും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ തന്നോട് കൂടിയാലോചന നടത്തിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. കാരണമില്ലാതെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നാറ്റിച്ചുവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പാർട്ടിയുടെ തീരുമാനം വന്നിരിക്കുന്നു. 4 പേർക്കെതിരെയാണ് ഇപ്പോൾ DCC ഇങ്ങനെ ഒരു പുറത്താക്കൽ നടപടി കൈക്കൊണ്ടിട്ടുള്ളത്. അരുൺകുമാർ, താങ്ക് യു. അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്.